സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തീവ്ര ചുഴലിക്കാറ്റ് മോൺത കരുത്താർജിച്ച തീരത്തേക്ക് 110 കിലോമീറ്റർ വേഗത്തിൽ രാത്രിയോടെ കരതൊടും. ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ട്രെയിൻ, വിമാന സർവീസുകൾ പലതും റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് രാത്രിക്കുള്ളിൽ ആന്ധ്ര തീരം തൊടുന്ന മോന്ത ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 90 മുതൽ 110 കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിക്കുമെന്നാണ് സൂചന. ആന്ധ്രയിലെ 16 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1149 ഗ്രാമങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കും. 11 SDRF സംഘങ്ങളും 12 NDRF സംഘങ്ങളും ദുരന്ത സാധ്യതാ മേഖലകളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 10,000-ലധികം പേരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വിശാഖപട്ടണത്തിൽ നിന്നുള്ള 100-ലധികം സർവീസുകൾ റദ്ദാക്കി. വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഒഡീഷയിലും കനത്ത മുന്നൊരുക്കമാണ് നടത്തിയിരിക്കുന്നത്. തീരമേഖലയിൽ താമസിക്കുന്ന 5,000-ഓളം പേരെ ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള തമിഴ്നാട് ജില്ലകളിലും മഴയുണ്ട്. 24 ചെന്നൈ. മോൺത ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. മൂന്നാർ പള്ളിവാസലിൽ മൂലക്കട ഭാഗത്താണ് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായത്. കരാർ കമ്പനിയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അതിനിടെ അടിമാലിയിൽ ലക്ഷം വീട് ഉന്നതിക്ക് സമീപം റോഡിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാൻ എത്തിയത് നാട്ടുകാർ തടഞ്ഞു. കരാർ കമ്പനിയുടെ അശാസ്ത്രീയ നിർമ്മാണം ദുരന്തത്തിന് കാരണമായി എന്നും നാട്ടുകാരുടെ ആക്ഷേപം. കരീബിയൻ രാജ്യമായ ജമൈക്ക മെലിസ കൊടുങ്കാറ്റിന്റെ ഭീതിയിൽ. മണിക്കൂറിൽ 290 കിലോമീറ്റർ വേഗത്തിൽ മെലിസ കൊടുങ്കാറ്റ് ജമൈക്കയിൽ ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാറ്റഗറി 5-ൽ മെലീസ കൊടുങ്കാറ്റ് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണെന്നാണ് അമേരിക്ക ആസ്ഥാനമായുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാഷണൽ ഹരിക്കെയിൻ സെന്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊടുങ്കാറ്റ് കനത്ത പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമൈക്കയിൽ കനത്ത കാറ്റും കനത്ത മഴയും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജമൈക്കയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. പ്രദേശത്ത് 101 സെന്റിമീറ്റർ മഴയുണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 909 മില്ലിബാറിൽ നിന്ന് 901 മില്ലിബാറായി കുറഞ്ഞത് കൊടുങ്കാറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 2005-ൽ ലൂസിയാനയിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയ കത്രീന കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 902 മില്ലിബാർ ആയിരുന്നു. വടക്കൻ കരീബിയൻ പ്രദേശങ്ങളിൽ മെലീസ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായേക്കുമെന്ന വിലയിരുത്തലുണ്ട്. കാറ്റിലും മഴയിലും ഇതിനകം ജമൈക്കയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ഹെയ്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1980-ൽ മണിക്കൂറിൽ 305 കിലോമീറ്റർ വേഗത്തിൽ വീശിയ അലൻ കൊടുങ്കാറ്റാണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി കണക്കാക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. PM ശ്രീ പദ്ധതിയിൽ LDF-ലെ തർക്കത്തിന് പരിഹാരമാകുന്നില്ല. അടുത്ത മാസം 4-ന് ചേരുന്ന CPI സംസ്ഥാന കൗൺസിലിന് മുമ്പ് LDF യോഗം വിളിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കില്ല എന്നും ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ദേശാഭിമാനിയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത CPI മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികളിലെ മെല്ലപ്പോക്കിലൂടെ CPIയെ വിശ്വാസത്തിലെടുക്കാനാണ് CPIM-ന്റെ ശ്രമം. സംസ്ഥാന കൗൺസിൽ ചേരുന്ന നവംബർ 4-ന് മുമ്പ് സമവായ നീക്കത്തിനാണ് ശ്രമം. പദ്ധതി നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഇടതുമുന്നണിയുടെയോ മന്ത്രിസഭയുടെയോ സബ് കമ്മിറ്റികളെയും തീരുമാനിച്ചേക്കും. മുഖ്യമന്ത്രിയും നേതാക്കളും സംസാരിച്ച് പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് GRNന്റെ മറുപടി ഇങ്ങനെ: അതൊന്നും പറയില്ല, അതെല്ലാം പാർട്ടി സെക്രട്ടറി. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് ഞങ്ങളെല്ലാം.
മറ്റു പാർട്ടികളോട് ആലോചിക്കാതെ CPIM ഒറ്റയ്ക്കെടുത്ത തീരുമാനം ജനങ്ങളോടുള്ള വഞ്ചനയെന്ന AISF ദേശീയ അധ്യക്ഷൻ വിരാജ് ദേവാങ് പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീയിലെ CPIM CPI തർക്കത്തിന് പിന്നാലെ എറണാകുളത്ത് വിളിച്ചു ചേർത്ത നെല്ല് സംഭരണ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ CPI മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് മന്ത്രി GR അനിൽ വിശദീകരിച്ചെങ്കിലും യോഗം നാളത്തേക്ക് മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാനാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് യോഗം വിളിച്ചത്. രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മന്ത്രിമാരായ GR അനിൽ, P പ്രസാദ്, K കൃഷ്ണൻകുട്ടി എന്നിവർക്കൊപ്പം വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിനെത്തി. ഇതിനിടയിലാണ് മില്ലുടമകൾ യോഗത്തിനില്ലെന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞത്. മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും തീരുമാനമെടുത്തിട്ട് മില്ലുടമകളെ വിളിച്ചാൽ മതിയല്ലോ എന്നുമായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. മില്ലുടമകളെ വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തനാകാതിരുന്ന മുഖ്യമന്ത്രി യോഗം മാറ്റിവെക്കുന്നതായി അറിയിച്ചു. നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട്. അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് അക്കാര്യം നാളത്തെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. നാളെ വൈകിട്ട് 4-ന് തിരുവനന്തപുരത്ത് യോഗം ചേരാനാണ് പുതിയ നിർദ്ദേശം. CPM CPI തർക്കത്തിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം അലസിപ്പിരിഞ്ഞത് മുന്നണിയിൽ വീണ്ടും മുറുമുറുപ്പിനിടയാക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. 24 കൊച്ചി. PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ച CPIക്കെതിരെ ബദൽ സമരവുമായി SFI. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന ആയുധമാക്കി SFI സമരം തുടങ്ങി. ഫീസ് ഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്ന് കൃഷിമന്ത്രി P പ്രസാദ് അറിയിച്ചു. PM ശ്രീക്ക് പിന്നാലെ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവും LDF-ൽ പുതിയ പ്രതിസന്ധിയാകുന്നു. CPI ഭരിക്കുന്ന കൃഷി വകുപ്പിനെതിരെ SFI സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് 3 ഇരട്ടി ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് SFI സമരരംഗത്തെത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ ഫീസിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്ന് കൃഷിമന്ത്രി P പ്രസാദ് പ്രതികരിച്ചു. കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയമായതിനാലാണ് കൂടുതൽ ഇടപെടാത്തത്. TC വാങ്ങിയ വിദ്യാർത്ഥിയെ തിരികെ പ്രവേശനം നൽകാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ തിരികെ കോളേജിൽ പ്രവേശനം TC വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇനി അദ്ദേഹത്തിന് ഇനിയും പഠനമില്ല എന്ന അർത്ഥത്തിൽ ഉണ്ടാവരുത്. TC കൊടുത്തു, TC അദ്ദേഹം വാങ്ങിച്ചു എങ്കിലും തിരികെ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫീസിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവുകയില്ല. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളടക്കമുള്ളവർക്ക് ഒരു വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാവുകയില്ല. ഫീസ് വർധനവ് താങ്ങാനാകാതെ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക കോളേജിൽ നിന്ന് TC വാങ്ങിപ്പോയത്. കോളേജിന്റെ ഫീസ് ഘടന പൂർണ്ണമായി പുനഃപരിശോധിച്ചാൽ മാത്രമേ തിരികെ പഠനത്തിന് കയറുന്നതിൽ ആലോചനയുള്ളൂ എന്ന് അർജുൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെ SFI നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. മണ്ണുത്തിയിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദൃശ്യങ്ങളിലേക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കായി അസാധാരണ നീക്കവുമായി ജയിൽ വകുപ്പ്. പ്രതികളെ വിടുതൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ജയിൽ ആസ്ഥാനത്ത് നിന്ന് എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചു. സർക്കാർ നീക്കത്തിനെതിരെ വിമർശനവുമായി KK രമ MLA രംഗത്തെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിലാസ്ഥാനത്ത് നിന്ന് അയച്ച കത്താണ് വിവാദമായത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കലെന്നോ വ്യക്തമാക്കാതെ വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20 വർഷത്തേക്ക് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാർ ഇടപെടൽ. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചതിലും ദുരൂഹതയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഒരാൾക്കും 20 കൊല്ലത്തേക്ക് ഒരു റിമിഷൻസും പാടില്ലെന്ന് വളരെ കൃത്യമായി പറഞ്ഞത്. സുപ്രീം കോടതിക്ക് മാത്രമേ ഇനി അത് തിരുത്താൻ സാധിക്കുള്ളൂ. അത് നിലനിൽക്കെ ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ട ആവശ്യമില്ലല്ലോ.
എന്തിനാണ് അത്തരത്തിലൊരു നീക്കം ഇപ്പം നടത്തിയത്? അങ്ങനെ നീക്കം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ജയിൽ മേധാവി അതിന്റെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി അറിയാതെ നടത്തുവോ? അങ്ങനെ അറിയാതെ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാതെ ഇവർ സ്വമേധയാ ഇത് എങ്ങനെ ഒരു നീക്കം നടത്തുമോ? ഇതൊക്കെ വളരെ നിഗൂഢമാണ്. മാഹി ഇരട്ടക്കൊലക്കേസിൽ ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളടക്കം കോടതി വെറുതെ വിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ച് കത്തയച്ചതെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. കേസിൽ പ്രതികളായിട്ടുള്ള കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ, തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ്. 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക രേഖകൾ നശിപ്പിച്ചെന്ന് സൂചന. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ കാലത്തെ സുപ്രധാന രേഖകൾ കാണാനില്ല. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് കാണാതായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഈ രേഖകൾ കണ്ടെത്താനായില്ല. 1998-99 കാലത്ത് വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ രേഖകളും ഇടപാടുകളുമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ച് നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ ദേവസ്വം ബോർഡിനായില്ല. ദേവസ്വം ആസ്ഥാനത്തും പമ്പയിലും സന്നിധാനത്തും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ നിർണായക തെളിവുകൾ നശിപ്പിച്ചതായും സംശയമുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദ്വാരപാലക പാളികളിലെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ 6ാം പ്രതിയാണ്. മുരാരി ബാബു തട്ടിപ്പിന് പോറ്റിയുമായി ചേർന്ന ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉരുണ്ട് കളിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. എല്ലാം GCDയെ വിശദീകരിച്ചിട്ടുണ്ട് എന്നും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായിട്ടാണ് എന്നുമാണ് മന്ത്രിയുടെ മറുപടി. എന്നാൽ GCDയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യത ഇല്ലെന്നും സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണമായിരുന്നുവെന്നും ഉമാ തോമസ് MLA പ്രതികരിച്ചു. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വ്യക്തമായ ഉത്തരമില്ലാതെ സർക്കാരും GCDയെയും എല്ലാം സുതാര്യമെന്നും GCDയെ വിശദീകരണം നൽകിയെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ GCDയെ കൃത്യമായി തന്നെ ഇന്നലെ അതിൻ്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിളിച്ചു. അതിൻ്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഗുരുതരമായ ആരോപണങ്ങളാണ് GCDA കമ്മിറ്റി അംഗം കൂടിയായ ഉമാ തോമസ് MLA ഉന്നയിച്ചത്. GCDയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ല. ശരിക്കും നമ്മൾ എക്സ്പെക്ടോ മെമ്പറാണ് എന്നുള്ളതാണ് അതിന്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത്. പക്ഷേ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. ജനങ്ങളെ കബളിപ്പിച്ച് മന്ത്രി റാക്കറ്റ് പോലെ പ്രവർത്തിച്ചെന്നും കരാർ നൽകിയത് സംശയമുണ്ടാക്കിയെന്നും ET മുഹമ്മദ് ബഷീർ MP പ്രതികരിച്ചു. ജനങ്ങളെ കബളിപ്പിച്ചിട്ട് അതിലൊരു വലിയ ഒരു റാക്കറ്റിന്റെ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്തിട്ടത്. അതിന്റെ കോൺട്രാക്ട് കൊടുത്ത നടപടി, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെയേറെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ നാളെ GCDA യോഗം ചേരും. 24 കൊച്ചി. കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിൽ നിന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ സർവകക്ഷി യോഗം വിളിച്ചു. SIR പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബംഗാളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലമാറ്റം നൽകിയത് വൻ വിവാദത്തിനിട നൽകി. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് വ്യത്യസ്തമായി 12 ഇടങ്ങളിലും SIRന്റെ ഓരോ ഘട്ടത്തിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചന നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ സർവകക്ഷി യോഗം വിളിച്ചത്. വൈകിട്ട് 4-നാണ് യോഗം. അതേസമയം SIR പ്രഖ്യാപിച്ചതിന് പിന്നാലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലം മാറ്റം നൽകിയത് വിവാദമായി. 17 ജില്ലാ മജിസ്ട്രേറ്റുമാർ ഉൾപ്പെടെ 235 ഉദ്യോഗസ്ഥരെയാണ് പശ്ചിമബംഗാൾ സർക്കാർ സ്ഥലം മാറ്റിയത്. നടപടിയിൽ BJP മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. കമ്മീഷന്റെ അനുമതിയില്ലാതെ നടത്തിയ സ്ഥലം മാറ്റങ്ങൾ ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നവംബർ 2-ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. SIR പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ നിലവിലെ വോട്ടർ പട്ടികയുടെ ഒത്തുനോക്കൽ നടപടികൾ ആരംഭിച്ചു. 24 ഡൽഹി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തീരുമാനം എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. SIR നടപടികൾക്കായി ജില്ലാ കളക്ടർമാരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചർച്ച ഇന്ന് 3 മണിക്ക് നടക്കും.
രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടയിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച രംഗത്തെത്തിയത്. തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കരുതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ SIR പ്രക്രിയ ആരംഭിച്ചത് പ്രായോഗികമായി തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ഇതിനെയെങ്കിലും തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുവാനുള്ള തീരുമാനമെന്ന ET മുഹമ്മദ് ബഷീർ MP. ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഇലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിൻ്റെ നവീകരണമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി കൃത്രിമം നടത്താൻ വേണ്ടി മയക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടിയാണത്. അതിനെ എതിർക്കാതിരിക്കാൻ ഒക്കില്ല, ശക്തമായിട്ട് അതിനെ എതിർക്കും. നടപടികൾ ആലോചിക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ യോഗം ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. നാളെ രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ചേരും. എതിർപ്പിനിടയിലും SIR നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ ആശയവിനിമയമില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പരാതിയുമായി സംസ്ഥാനത്തെ നേതാക്കൾ. AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പ്രത്യേകം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പരാതി അറിയിച്ചത്. KPCC അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിയിലും നേതാക്കൾക്ക് അമർഷമുണ്ട്. പാർട്ടിയിൽ കൂടിയാലോചന നടക്കുന്നില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച ഒരു യോഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനം. പക്ഷേ ആ മീറ്റിംഗിൽ ആകെ പരാതി പ്രളയമായിരുന്നോ? എന്തായാലും വിജയകുമാർ, ഈ പുനഃസംഘടനാ വിവാദങ്ങൾക്കിടെയാണ് ഈ കേരളത്തിൽ നിന്നുള്ള KPCC നേതൃത്വത്തെയും മുൻ KPCC അധ്യക്ഷന്മാരെയും ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി, ഖർഗെ അടക്കമുള്ള നേതാക്കളുമായി ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് ഈ കണ്ട് സംസാരിക്കുന്നത്. ആദ്യം ഈ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കളാണ് ആദ്യം കണ്ടത്. അതിനുശേഷം കൊടിക്കുന്നിൽ സുരേഷ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ബാക്കി നേതാക്കളെയും ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കാണുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ്, ആസന്നമായി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകളിലും മുന്നോട്ട് പോകണമെങ്കിൽ, പാർട്ടിക്ക് അധികാരത്തിൽ എത്തണമെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇതിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെവ്വേറെ നേതാക്കളെ കാണുന്നത്. അങ്ങനെയാണ് ഈ KPCC അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിക്ക് എതിരെ അടക്കം വലിയ വിമർശനം ഉയർന്നത്. KPCC അധ്യക്ഷന്റെ കൃത്യമായ സമയത്ത് രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല. മാത്രമല്ല KPCC യോഗവും നടക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയാകുമ്പോഴും ഈ KPCC സെക്രട്ടറിമാരുടെ നിയമനവും അതും നടന്നിട്ടില്ല. അതെല്ലാം ബാക്കിയാണ്. മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു ചില നേതാക്കൾ ഹൈക്കമാൻഡിനോട് അറിയിച്ചത്. എന്തായാലും ബാക്കി നേതാക്കളെ കൂടി ഇന്ന് വൈകിട്ടിനകത്ത് ഈ നേതാക്കൾ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഒരുമിച്ചിരുന്നുള്ള ഒരു സംയുക്ത യോഗവും ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നേതാക്കൾ മടങ്ങും. എന്തായാലും കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുമെന്ന് തന്നെയാണ് വിവരം. K മുരളീധരൻ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ, KPCC സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഡൽഹിയിലുണ്ട്. ഹൈക്കമാൻഡുമായുള്ള പ്രത്യേക ചർച്ചകൾ അവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ കേരള വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നോക്കാം. അറ്റകുറ്റപ്പണിക്കായി ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് 1 മാസത്തേക്ക് അടയ്ക്കാൻ തീരുമാനം. നവംബർ 11 മുതൽ ഡിസംബർ 10 വരെ അറ്റകുറ്റപ്പണികൾക്കായി പവർ ഹൗസ് അടയ്ക്കും. സംസ്ഥാനത്ത് 600 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദനം കുറയുമെന്ന് KSEBയുടെ വിലയിരുത്തൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് നിർമ്മാണം നടക്കുന്ന വയനാട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം. നിർമ്മാണ പ്രവൃത്തികൾ മൂലം ചെളിക്കുളമായ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. ആലപ്പുഴ തുറവൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ. മേനാശ്ശേരി തെക്കേപ്പറമ്പ് സമ്പത്താണ് മരിച്ചത്. സമ്പത്തിനെ പോലീസ് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നു. വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരനായ പോലീസുകാരന് പരിക്കേറ്റു. കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഹരീഷിനാണ് തോളലിന് പരിക്കേറ്റത്. കാട്ടാന ബൈക്ക് തകർത്ത് കാട് കയറി. KSRTCയിൽ വീണ്ടും സമരം പ്രഖ്യാപിച്ച CITU.
മാറ്റി നിർത്തപ്പെട്ട മുഴുവൻ ബദൽ ജീവനക്കാരെയും തിരിച്ചെടുക്കണമെന്ന് CITU. സൂപ്പർ ക്ലാസ് സർവീസുകളിലെ ഡ്യൂട്ടി വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്നും ആവശ്യം. ആശ്രമം സ്കൂളിനായി വയനാട് മക്കിമലയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ നശിക്കുന്നു എന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോടികൾ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങിയ കെട്ടിടങ്ങൾ കാടുമൂടിക്കിടക്കുന്ന 24 വാർത്തയിലാണ് ഇടപെടൽ. കൊല്ലത്ത് സ്കൂളിൽ കലോത്സവ വേദി തകർന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും പരിക്കം. പഴവൂർ പൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപകടം. പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ വൻ സ്പിരിറ്റ് വേട്ട. 1260 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചെടുത്തു. കണ്ണയ്യൻ എന്നയാളുടെ വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടികൂടിയ കേസിൽ CPM ലോക്കൽ സെക്രട്ടറിയും പ്രതി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന്. സർക്കാർ ജോലിയും സംവരണവും ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. NDA അധികാരത്തിലെത്തുമ്പോൾ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രാമുഖ്യം നൽകുമെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പാസ്വാൻ പറഞ്ഞു. ഓരോ കുടുംബത്തിലെയും ഒരംഗത്തിന് സർക്കാർ ജോലി, പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം, സ്ത്രീകൾക്കും ജീവികാതീതിമാർക്കുമായി പ്രത്യേകം പദ്ധതികൾ എന്നിവ അടങ്ങുന്നതായിരിക്കും മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക എന്നാണ് സൂചന. NDAയ്ക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളില്ലെന്നും ബീഹാറിനെ ഒന്നാമതെത്തിക്കുകയാണ് ലക്ഷ്യമെന്നും തേജസ്വി യാദവ്. हम लोग विजन बता रहे हैं, रोड मैप बता रहे हैं, हम लोग क्लियर है कि बिहार को नंबर 1 बनाना है और वो लोग केवल गाली देने में, नेगेटिव पॉलिटिक्स, नकारात्मक पॉलिटिक्स में लगे हुए हैं. മഹാസഖ്യം മുസ്ലിം വിഭാഗത്തെ വോട്ട് ബാങ്ക് മാത്രമായി കാണുന്നുവെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പാസ്വാൻ. സ്വന്തം കുടുംബത്തിന് പുറത്തുള്ളവരെ RJD കഴിവുള്ളവരായി കാണുന്നില്ലെന്നും വിമർശനം. तो ऐसे में जब आप यादवों का जिक्र करते हैं तो पूरा यादव सिर्फ एक परिवार में सीमित होकर रह जाता है. इनको अपने परिवार के बाहर कोई दूसरा सक्षम, कोई सामर्थ्यवादी, कोई इनको दूसरा इनको यादव इनको नहीं दिखता है. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് 27 നേതാക്കളെ RJD പുറത്താക്കി. 2 സിറ്റിംഗ് MLA-മാർക്കും 6 മുൻ MLA-മാർക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിനം മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മഹാസഖ്യത്തിനായി ബീഹാറിൽ പ്രചാരണത്തിനെത്തും. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും NDAയുടെ റാലികളിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. ഈ മാസം 30-ന് പ്രധാനമന്ത്രിയും ബീഹാറിലേക്ക് എത്തുന്നുണ്ട്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. കരൂർ ദുരന്ത ബാധിതരുടെ കാലിൽ തൊട്ടു മാപ്പപേക്ഷിച്ച് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. ഇന്നലെ ചെന്നൈയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് വിജയ് വികാരാധീനനായി മാപ്പ് പറഞ്ഞത്. കുടുംബത്തിൽ ഒരാളായി എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും വിജയ് ഉറപ്പു നൽകി. TVK അടിയന്തര ജനറൽ കൗൺസിൽ യോഗം അടുത്തയാഴ്ച ചെന്നൈയിൽ നടക്കും. കരൂർ ദുരന്തത്തിന് പിന്നാലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ സാഹചര്യത്തിൽ സംഘടനാ ചുമതലകളിൽ മാറ്റമുണ്ടായേക്കും എന്നാണ് സൂചന. സ്കൂൾ കായികമേള വാർത്തകൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. സ്കൂൾ കായികമേളയിൽ പോൾ ഇല്ലാത്തതിനാൽ പോൾ വാൾട്ടിൽ മത്സരിക്കാൻ കഴിയാതിരുന്ന അലനെ നേരിൽ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പ് വിഷയം പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. പോൾ ഇല്ലാത്തതിനാൽ പോൾ വാൾട്ടിൽ മത്സരിക്കാൻ കഴിയാതിരുന്ന അലനെ കുറിച്ച് 24 ആണ് റിപ്പോർട്ട് നൽകിയത്. 24-ന് വലിയ സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. കാരണം ഇന്നലെയാണ് അലൻ ഷിബോയ് എന്ന ഇടുക്കി അടിമാലി സ്വദേശി പോൾ വാൾട്ടിനെത്തി സ്വന്തമായി പോളില്ലാത്തതിനാൽ ചാടാൻ കഴിയാത്തതിന്റെ വിഷമം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇപ്പോൾ അതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അതല്ലാതെ തന്നെ കുറെ സുമനസ്സുകൾ അലൻ ഷിബോയ്ക്ക് സഹായമായി എത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അലനെ നേരിട്ട് കണ്ടതിന് ശേഷം ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പരാതിയായി തന്നെ അത് എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ അടുത്ത വർഷം മുതൽ ഈ കായിക ഉപകരണങ്ങളില്ലാതെ ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല, അവർക്കെല്ലാവർക്കുമായ ഒരു പദ്ധതി എന്നുള്ളത് കൂടി വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അലനെ, നമ്മുടെ ആ വാർത്തയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, സന്തോഷമായോ? നല്ല രീതിക്ക് സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും ന്യൂസ് കണ്ടിട്ട് തന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമുണ്ട്.
അലൻ വലിയ ഹാപ്പിയാണ്, വലിയ സന്തോഷത്തിലാണ്. അലന് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് നേരത്തെ പോൾ വാഗ്ദാനം ചെയ്തിരുന്നു അലന് ചിലർ, പക്ഷെ അന്ന് അവരൊക്കെയും പിന്നീട് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത രീതിയിൽ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴെന്തായാലും അലൻ ഉറപ്പായും പോൾ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ് ചിലർ വന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ ചില സാമ്പത്തിക സഹായങ്ങൾ 24 തന്നെ ഇതിനോടകം തന്നെ അലൻ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അലൻ സന്തോഷത്തിലാണ്, 24 വലിയ സന്തോഷത്തിലാണ്. കൊച്ചി ലുലു മാളിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമാനുസൃതമെന്ന് ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സിംഗിൾ ബെഞ്ച് ശരിവെച്ചു. മുനിസിപ്പാലിറ്റി ലൈസൻസ് മുഖേന കെട്ടിട ഉടമയ്ക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനുള്ള അധികാരമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ബോസ്കോ കളമശ്ശേരി നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. ജസ്റ്റിസുമാരായ എസ് എ ധർമാധികാരി, ശ്യാംകുമാർ VM എന്നിവരടങ്ങിയ 2 അംഗ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. ഈ റിപ്പോർട്ടോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.